Jewels Men Apparels near Town Square, Vandoor, Kaligav, Perambara. വേനൽ മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ വണ്ടൂർ മേഖലയിൽ വ്യാപകനാശം. നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾ പൊട്ടിവീണും മരങ്ങൾ വീണും വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അർദ്ധരാത്രിയോടെ തടസ്സപ്പെട്ട വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു വരികയാണ്. രാത്രി 11:15 കാറ്റ് വീശി തുടങ്ങിയത്. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ 5 ദിവസത്തേക്ക് കേരളത്തിൽ പരക്കെ വേനൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വണ്ടൂരിൽ വിവിധ സ്ഥലങ്ങളിലായി കാറ്റിൽ മരക്കൊമ്പുകൾ പൊട്ടിവീണു. പുളിശ്ശേരി കൊട്ടമ്പാറ കോക്കാടൻകുന്ന് റോഡിൽ വൈദ്യുതി തൂൺ പൊട്ടിവീണ് വീടിന് മുകളിൽ പതിച്ചു. യൂണിറ്റി സ്കൂളിന് സമീപം താമസിക്കുന്ന മനോഹരന്റെ വീടിന് മുകളിലേക്കാണ് വൈദ്യുതി തൂൺ പൊട്ടിവീണത്. വീടിന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. KCB വണ്ടൂർ സെക്ഷൻ പരിധിയിൽ 9 വൈദ്യുതി തൂണുകളാണ് പൊട്ടിയിട്ടുള്ളത്. തെങ്ങ്, റബ്ബർ ഉൾപ്പെടെയുള്ള മരങ്ങൾ വ്യാപകമായി വീണ് വൈദ്യുതി ലൈനുകൾ തകരാറിലായിട്ടുണ്ട്. 2 സംഘങ്ങളായി തിരിഞ്ഞ് ഇവ പൂർവ്വസ്ഥിതിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി വിതരണം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഇന്ന് വൈകുന്നേരത്തോടെ പുനഃസ്ഥാപിക്കാനാവുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വാണിയമ്പലം KCB സെക്ഷൻ പരിധിയിൽ വൈദ്യുതി തൂണുകൾ പൊട്ടിയിട്ടില്ല. എന്നാൽ 19 സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ് ലൈനുകൾ തകരാറിലായിട്ടുണ്ട്. ഇവിടെയും ഭാഗികമായി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. വണ്ടൂർ സബ് സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തുന്ന മേലാറ്റൂർ ലൈനിലും കിഴിശ്ശേരി ലൈനിലും തടസ്സങ്ങൾ നേരിട്ടിരുന്നെങ്കിലും ഇന്ന് രാവിലെ 8:30 തന്നെ പരിഹരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. Real fruit power, real juices from Dabur.